കാശിയുടെയും അരുന്ധതിയുടെയും കല്യാണം നാളെയാണ്. അരുന്ധതി തറവാട്ടിലെത്തിയിട്ട് 2 ദിവസം ആകുന്നു. കുടുംബക്ഷേത്രത്തിൽ വെച്ച് ചെറുതായി താലികെട്ട് നടത്താമെന്ന് അച്ചമ്മ പറയുമ്പോൾ എല്ലാവരും അനുകൂലിച്ചു. പക്ഷെ അരുന്ധതിയുടെ മുഖം ഇരുണ്ടുപോയിരുന്നു. അതിൻ്റെ കാരണം മനസ്സിലായ കാശി എന്ത് വേണമെന്നറിയാതെ കുഴങ്ങിപ്പോയി. എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു നിന്നെങ്കിലും അവൾ കാശിയെ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ രാത്രിയായി എല്ലാവരും കിടക്കാൻ ഒരുങ്ങിയപ്പോൾ കാശി രണ്ടും കൽപ്പിച്ച് ജയദേവന്റെ മുറിയിലേക്ക് പോയി. എന്താടാ? അവന്റെ മുഖത്തെ പരുങ്ങൾ കണ്ട് ജയദേവൻ നെറ്റി ചുളിച്ചു. അതച്ഛാ, എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ടായിരുന്നു. എന്താടാ കാര്യം പറയുന്നീ? കാശി വിമുഖതയോടെ പറഞ്ഞതും ജയദേവൻ തിടുക്കം കൂട്ടി. അച്ഛാ, അരുന്ധതി അവൾ ക്രിസ്ത്യാനിയാ. അരുന്ധതി ജേക്കബ്. ജയദേവൻ ഞെട്ടിപ്പോയി. നാളെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അമ്പലത്തിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ടിപ്പോ ഇവൻ ഇങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാകും? ജയദേവന്റെ പിന്നിൽ നിന്ന രേണുക അവനെ തറപ്പിച്ചൊന്നു നോക്കി. നീ മുറിയിലേക്ക് പോ കാശി, അവർ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. കാശി മറുത്തൊന്നും പറയാതെ മുറിയിലേക്ക് പോയി. സാരമില്ല ജയേട്ടാ, ജാതിയും മതവും ഒന്നും നോക്കണ്ട. അതൊരു നല്ല കുട്ടിയാ, അത്രയുള്ളൂ. രേണുക അയാളെ സമാധാനിപ്പിച്ചു. അല്ലെങ്കിലും അയാൾക്ക് തോന്നിയിട്ടുണ്ട് അരുന്ധതി തൻ്റെ മകന് ചേർന്ന കുട്ടിയാണെന്ന്. ഇന്നാണ് കല്യാണം. അമ്പലത്തിൽ ഇതുവരെ കയറിയിട്ടില്ലാത്ത അച്ചായത്തി പെണ്ണിന്റെ എല്ലാ ടെൻഷനും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് രാവിലെ രേണുക അവളുടെ അടുത്തേക്ക് വന്നത്. മോളുടെ സ്വഭാവം മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ജാതിയും മതവും മറ്റു കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. മോൾ നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം, അത് മാത്രം മതി. അവരത് പറഞ്ഞിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തപ്പോൾ അരുന്ധതിയുടെ കണ്ണൊന്ന് നിറഞ്ഞു. സെറ്റ് സാരി രേണുക തന്നെയാണ് അവൾ കൊടുത്തത്. മുല്ലപ്പൂവൊക്കെ വച്ചവളെ ഒരുക്കാൻ ദേവയാനിയും കൂടി. നിതാര ഇതെല്ലാം കണ്ടവിടെ നിന്നുവെങ്കിലും സാന്ദ്രയോ സുഭദ്രയോ 7 അയലത്ത് പോലും വന്നില്ല. അച്ചമ്മ കൊടുത്ത ആഭരണം കൂടി അണിഞ്ഞപ്പോൾ അവൾ ആകെ സുന്ദരിയായി. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് കാശിയും ഒരുങ്ങിയിറങ്ങിയപ്പോൾ 3 കാറുകളിലായി അവർ അമ്പലത്തിലേക്ക് പോയി. കുടുംബക്ഷേത്രത്തിൽ ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ കാശി അവളെ താലികെട്ടി സ്വന്തമാക്കി. അരുന്ധതി അവനെ നോക്കി മനസ്സ് നിറഞ്ഞു പുഞ്ചിരിക്കാനും മറന്നില്ല. എല്ലാവരുടെയും പ്രണയം പൂവണിയണമെന്നില്ല, പക്ഷെ ഒന്നിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കൂടിച്ചേരലാണത്. തൊട്ടടുത്ത ദിവസം വൈകുന്നേരമാണ് റിസപ്ഷൻ വച്ചിരിക്കുന്നത്. ബിസിനസ് ബന്ധങ്ങളും മറ്റു ബന്ധുക്കളും പെണ്ണിനെയും ചെറുക്കനെയും അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള മുഹൂർത്തമാണല്ലോ അത്. നിരഞ്ജൻ രാവിലെ തന്നെ ദേവുവിനെ വിളിച്ച് കല്യാണവിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണ്. കേട്ടോ ദേവു, നീ മനസ്സ് വെച്ചാ ചിങ്ങം തീരും മുന്നേ നമുക്കും കെട്ടാം. അങ്ങനെയെങ്കിൽ ഈ ഓണം ഇവിടെ കൂടാടി. അയ്യടാ, അതങ്ങ് മനസ്സിൽ വച്ചേക്ക്. നടക്കില്ല മോനെ. ശ്രീക്കും ഒരു പെണ്ണിനെയും കണ്ടെത്തി 2 പേരും കൂടെ ഒന്നിച്ചേ കെട്ടുള്ളൂ കേട്ടോ. ദേവുവിന്റെ പറച്ചിൽ കേട്ടവൻ പറഞ്ഞു. ഉവ്വ, ഞാനിവിടെ നേരത്തും കാലത്തുമൊക്കെ തറവാട്ടിൽ പറഞ്ഞു വെക്കട്ടെ. ഇല്ലെങ്കിൽ ആ സാന്ദ്രയെ കൊണ്ടെന്നെ അച്ചമ്മ പിടിച്ച് കെട്ടിക്കും. ദേവു ഉറക്ക പൊട്ടിച്ചിരിച്ചുപോയി. ദേവു, ഞാൻ നാളെ കഴിഞ്ഞ് തിരിച്ചു പോകും. അങ്കത്തട്ട് ഹൈദരാബാദ് ആയ സ്ഥിതിക്ക് ഞാൻ ഒളിച്ചോടിയതാണെന്ന് നന്ദിത് പ്രഭാകരവർമ്മ കരുതും. അത് പറയുമ്പോൾ നിരഞ്ജന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ദേവുവിന് ചെറിയ പേടിയുണ്ടായിരുന്നു. എങ്കിലും അവളൊന്നും പറഞ്ഞില്ല. എങ്കിൽ ശരി, വെക്കട്ടെ. ദേവു റിസപ്ഷനുള്ള റിലേറ്റീവ്സൊക്കെ വന്നു തുടങ്ങി. അവളും ഫോൺ വച്ചു. പിന്നീട് അവൻ റിസപ്ഷനുള്ള തിരക്കിൽ മുങ്ങിപ്പോയി. പക്ഷെ അവൻ അറിഞ്ഞില്ല അവനുള്ള ശത്രു അവനെ തേടി അവൻ ഉള്ളിടത്തെത്തുമെന്ന്. അരുന്ധതി സന്തോഷവതിയായിരുന്നു. അതിലും സന്തോഷം കാശിക്കുണ്ടായിരുന്നു. അലങ്കരിച്ചൊരുക്കിയ ഓഡിറ്റോറിയം സ്റ്റേജിൽ അരുന്ധതിയെ ചേർത്ത് പിടിച്ച് കാശി നിന്നു. ലാവൻഡർ നിറത്തിലെ ലെഹങ്കയായിരുന്നു അരുന്ധതിയുടെ വേഷം. അതിനൊപ്പം ഡയമണ്ട് ആഭരണങ്ങളും. മുഖത്ത് അധികം ചമയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫ് വൈറ്റ് കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട് കാശി അവൾക്കടുത്തായി നിന്നു.
ഏട്ടന്റെ കല്യാണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തനിക്കാണെന്ന ഭാവത്തിൽ ഓടി നടക്കുകയാണ് നിരഞ്ജൻ. ഓറഞ്ച് കളറിലെ അനാർക്കലിയായിരുന്നു നിതാരയുടെ വേഷം. അവൾ ആരോടും മിണ്ടാതെ ഒരിടത്തിരിക്കുന്നത് കണ്ട് നിരഞ്ജൻ അവൾക്ക് അടുത്തേക്ക് ചെന്നു. താരു മോളെ. അവന്റെ വിളി കേട്ട് നിതാര അവനെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അമ്മയോടും അച്ഛനോടുമൊക്കെ അവൾ സംസാരിക്കുമെങ്കിലും നിരഞ്ജനോട് ഇതുവരെയും അവൾ സംസാരിച്ചിരുന്നില്ല. ഏട്ടൻ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. വേണ്ട, എന്നോടത് പറയണ്ട. ഞാനിപ്പോ ഓക്കെയാണ്. നിരഞ്ജൻ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അവൾ നിങ്ങളെ ഏട്ടാന്ന് വിളിച്ചു വരും. നിരഞ്ജൻ നോക്കിക്കോ. ദേവുവിന്റെ വാക്കുകളാണ് അവൻ ഓർമ്മ വന്നത്. തന്റെ കുഞ്ഞു പെങ്ങളിതാ ഏട്ടാന്ന് വിളിച്ചിരിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ഒരിത്തിരി ചോര പൊടിഞ്ഞുപോയി. അത് സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. നിരഞ്ജൻ. പിന്നിൽ നിന്ന് പരിചയമുള്ള സ്വരത്തിൽ വിളി കേട്ടപ്പോൾ നിരഞ്ജൻ തിരിഞ്ഞു നോക്കി. റോഷനാണ്, ഹൈദരാബാദ് SP. നീ എപ്പോഴാടാ നാട്ടിലെത്തിയത്? നിരഞ്ജൻ സന്തോഷത്തോടെ അവനടുത്തേക്ക് ഓടിയെത്തി ചോദിച്ചു. ഞാനൊന്ന് അമ്മയെ കാണാൻ വന്നതാടാ. ഒരാഴ്ചയായി ഇവിടെയുണ്ട്. നാളെ തിരിച്ചു പോകും. റോഷനും മറുപടി പറഞ്ഞു. ദാ കണ്ടോ, അതാണ് എൻ്റെ ഏട്ടൻ കാശി. അത് ഏട്ടത്തിയമ്മ. നിരഞ്ജൻ സന്തോഷത്തോടെ സ്റ്റേജിൽ നിൽക്കുന്നവരെ കാണിച്ചു പറഞ്ഞു. റോഷൻ ഒന്ന് ചിരിച്ചെങ്കിലും മറുപടിയായി പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, അതും ഗൗരവത്തിൽ. നിരഞ്ജൻ, എന്താ നിന്റെ പ്ലാൻ? നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാണോ? ഹേയ്, അല്ല. അച്ഛനെയും അമ്മയെയും താരുമോളെയും സേഫാക്കി നിർത്തണം. അത്രേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുവാടാ നാളെ. ഇനി എൻ്റെ ടേണാണ്. അതിനി വേണ്ടടാ, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. റോഷൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞിട്ട് ഫോൺ അവന് നേരെ നീട്ടി. N&N ഗ്രൂപ്പ്സിന്റെ പുതിയ ബ്രാഞ്ച് പാലക്കാട് തുടങ്ങുന്ന അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അത്. നിരഞ്ജൻ സൂക്ഷിച്ചൊന്ന് നോക്കി. അപ്പോ അവൻ അറിഞ്ഞ് കളിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിതാരയെ അവൻ കൊല്ലുമെന്ന വാശിയിലാണ്. അപ്പൊ ഇനി എന്താ നിന്റെ പ്ലാൻ? റോഷൻ ചോദിച്ചത് കേട്ട നിരഞ്ജൻ ഒന്നമർത്തി മൂളിക്കൊണ്ട് മീശ പിരിച്ചു. അവൻ വരട്ടെ, തിരിച്ചു പോകണോ എന്ന് നിരഞ്ജൻ തീരുമാനിക്കും. എന്തൊക്കെ വന്നാലും നിതാരയെ അവൻ തൊടില്ല. എടാ, ഇതറിഞ്ഞപ്പോഴേ ഞാൻ കേരളത്തിലോട്ടൊരു ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തതാ. കിട്ടിയില്ല. ഇവിടുത്തെ മന്ത്രിമാർക്കെല്ലാം എന്നെ വലിയ പിടിയാണല്ലോ. പക്ഷെ സാരമില്ല, ഇങ്ങോട്ട് സ്ഥലം മാറി വരുന്നതൊരു നല്ല ചെക്കനാടാ. ആദിത്യൻ. ചെന്നൈയിൽ ACP ആയിരുന്നു. നിരഞ്ജൻ ആ പേര് കേട്ടപ്പോഴേ ആളെ മനസ്സിലായി. ദേവുവിൻ്റെയും ദേവന്റെയും ക്ലാസ്മേറ്റ് ആയിരുന്ന ആദിത്യൻ. പിന്നെയും കുറച്ചുനേരം കഴിഞ്ഞ് കാശിയെയും അരുന്ധതിയെയും കണ്ട് സംസാരിച്ചിട്ടാണ് റോഷൻ പോകാനിറങ്ങിയത്. ഇടയ്ക്ക് സാന്ദ്രയെ നോക്കിയവൻ മനോഹരമായി പുഞ്ചിരിച്ചു. ആളെ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നിതാരയും പുഞ്ചിരിച്ചു. അവിടെ നിന്ന് പോന്നിട്ടും റോഷന്റെ മനസ്സിൽ അവളുടെ മുഖം പതിഞ്ഞു കിടന്നു. അതങ്ങ് മാഞ്ഞു പോകുന്നതേയില്ല. പിറ്റേന്ന് നേരം പുലർന്നു. തെക്കേടത്ത് തറവാടിന്റെ മൂത്ത മരുമകളായി അരുന്ധതി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. ഇത്തവണ വിഷയം നിരഞ്ജന്റെ കല്യാണമായിരുന്നു. അവന് 28 കഴിയാറായല്ലോ. അതുകൂടി വേഗമൊന്ന് കാണണമെന്നാണ് മീനാക്ഷിയമ്മയ്ക്ക്. അവരത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. താൻ പറ, വാസുദേവട്ടൻ പറ എന്ന് കുറെ നേരമായി വാസുദേവനും ദേവയാനിയും കണ്ണുകൊണ്ട് പറഞ്ഞു തുടങ്ങിയിട്ട്. ഇത് ഇന്നെങ്ങും ഒരു നടയ്ക്ക് പോകില്ലെന്നുറപ്പായതുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. അച്ചമ്മേ, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. അതും സാന്ദ്രയെ കാണും മുൻപ് തൊട്ടുള്ള ഇഷ്ടമാണ്. എൻ്റെ ഓഫീസിലുള്ള കുട്ടിയാ. പേര് ശിഖന്യ. അവനത് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയും ഒന്ന് നോക്കി. പറഞ്ഞത് അധികമായില്ലല്ലോ എന്ന ഭാവത്തിൽ. ഒന്നുമില്ലെന്ന ഭാവത്തിൽ വാസുദേവൻ അവനെ കണ്ണടിച്ച് കാണിച്ചു. ശിവ ശിവ, എന്താ ഇത്? ഇപ്പോഴുള്ള കുട്ടികളൊക്കെ എന്ത് ഭാവിച്ചിട്ടാണോ ജീവിക്കുക? സുഭദ്ര നെഞ്ചിൽ കൈവച്ച് നാടകീയമായി പറഞ്ഞു. സുഭദ്രേ, ഏതില്ലത്തൂന്നാ നീ ഇപ്പൊ വന്നത്? മീനാക്ഷിയമ്മയുടെ അസ്ഥാനത്തുള്ള ചോദ്യം കൂടി ആയപ്പോൾ എല്ലാവർക്കും ചിരി പൊട്ടി. സുഭദ്ര ആകെ വിളറി വെളുത്തുപോയി. സാന്ദ്ര ആരോടും ഒന്നും മിണ്ടാതിരുന്നതേയുള്ളൂ. കണ്ണാ, ഏതാ ആ കുട്ടി? അതിൻ്റെ വീട്ടുകാരോടൊക്കെ ഒന്ന് അന്വേഷിക്കു വാസു. നമുക്ക് അതുകൂടെ വേഗമങ്ങ് നടത്താം.
മീനാക്ഷിയമ്മ അത് പറഞ്ഞപ്പോഴാണ് നിരഞ്ജന് ആശ്വാസമായത്. അച്ചമ്മ എതിർക്കുമോ, ഇനി ഇതിന്റെ പേരിൽ വലിയ വഴക്കാകുമോ എന്നെല്ലാം അവൻ ഭയന്നിരുന്നു. അമ്മേ, അപ്പൊ എന്റെ കുട്ടി? സുഭദ്ര ചോദ്യഭാവത്തോടെ അവരെ നോക്കി. നല്ല ബന്ധം നമുക്ക് നോക്കാം ഭദ്രേ, ഇവിടെ അടുത്തൊക്കെ നല്ല പയ്യന്മാരുണ്ടല്ലോ. സാന്ദ്ര ഒന്നും പറയാതെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. അത് നോക്കി നിന്നപ്പോഴാണ് ഒരു വശത്ത് പല്ല് കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം കേട്ടത്. അവൻ നോക്കിയപ്പോ നിതാരയാണ്. അവനെ ഇപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുത്ത വെള്ളം തൊടാതെ അവൾ വിഴുങ്ങും. നിരഞ്ജൻ പയ്യെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ നോട്ടത്തിൽ അതൊക്കെ ആവിയായിപ്പോയി. സാന്ദ്രയ്ക്ക് പിന്നാലെ നിതാരയും ചവിട്ടിക്കുലുക്കി മുറിയിലേക്ക് പോയി. ബാക്കിയുള്ളവരെല്ലാം ഇതെന്തു കൂത്ത് എന്ന പോലെ കണ്ണുമിഴിച്ചു. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അമ്മയോട് ഞാൻ പറഞ്ഞോ ഇപ്പൊ എനിക്ക് കല്യാണം നോക്കാൻ? ഈ കാശ്, സ്വത്ത് എന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. എന്തിനാ അമ്മയ്ക്ക് ഇത്രയ്ക്ക് അത്യാഗ്രഹം? മുറിയിലെത്തിയ സാന്ദ്ര സുഭദ്രയോട് ഉച്ചത്തിൽ കയർത്തു. അമ്മയുടെ വാക്കും കേട്ട് കുറെ നാൾ കാശിയുടെ പിറകെ നടന്നു. ഇപ്പൊ ഇതാ നിരഞ്ജന്റെ പിറകെ. അവളുടെ നിയന്ത്രണം തെറ്റി അലറിപ്പോയവൾ. ദേ, അമ്മയാണെന്ന് ഞാൻ നോക്കില്ല. ഇനി എന്നോട് ഇമ്മാതിരി വർത്താനവും ഐഡിയയും കൊണ്ട് വന്നേക്കരുത്. സാന്ദ്ര ദേഷ്യത്തിൽ അത്രയും പറഞ്ഞിട്ട് അവളുടെ സ്കൂട്ടറിന്റെ കീയും എടുത്ത് പുറത്തേക്ക് പോയി. തെക്കേടത്ത് തറവാടിന്റെ ഗേറ്റും കടന്നവൾ ചീറിപ്പാഞ്ഞു. അങ്ങനെ പോകുന്നത് കണ്ട് സുഭദ്ര വാ പൊളിച്ചു നിന്നു. എന്തു പറഞ്ഞാലും തലയാട്ടി കൂടെ നിന്ന പെണ്ണാണ്. ഇവൾക്കിതെന്തു പറ്റി? വഴിയിലൂടെ പോകുന്ന വണ്ടികളൊക്കെ കൈകാണിച്ച് നിർത്തി പരിശോധിക്കുകയായിരുന്നു കരുണാകരൻ പോലീസ്. സംഭവം ചെക്കിങ് തന്നെ. ഒരാഴ്ചത്തെ കേരളവാസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങിയ റോഷൻ കരുണനെ കണ്ട് വണ്ടി ഒതുക്കി നിർത്തി. അയാൾക്കടുത്തേക്ക് ചെന്നു. എന്താ കരുണേട്ടാ, സുഖാണോ? അവൻ ഒരു ചിരിയോടെ തിരക്കി. പാലക്കാടുണ്ടായിരുന്ന സമയത്ത് പരിചയമുണ്ടായിരുന്നതാണ് കരുണേട്ടനെ. അച്ഛന് തുല്യനായൊരു മനുഷ്യൻ. ആരിത്, സാറോ? സാറെപ്പോന്നു നാട്ടിലേക്ക്? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു കരുണേട്ടാ. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ തറവാട്ടിൽ, ഒന്ന് കണ്ടിട്ട് പോവാ. അയാളോട് വിശേഷം പറഞ്ഞിരിക്കെയാണ് ഹെൽമറ്റ് ഇല്ലാതെ സ്കൂട്ടറിൽ പറന്നു പോകും പോലെയുള്ള സാന്ദ്രയുടെ പോക്ക് അവൻ കണ്ടത്. ഉടൻ തന്നെ കരുണൻ അവളെ കൈ കാണിച്ച് പിടിച്ചു നിർത്തുകയും ചെയ്തു. റോഷൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതെ, അവൾ തന്നെയാണ്. നിരഞ്ജന്റെ ചേട്ടന്റെ റിസപ്ഷന് കണ്ടപ്പോൾ കണ്ണുടക്കിയ അതേ പെണ്ണ്. എന്താ കുട്ടി, ഹെൽമറ്റ് എവിടെ? കരുണേട്ടൻ ചോദ്യം ചോദിച്ചു. മറന്നോയ് സാറേ, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. അവളിലെ ആ നിഷ്കളങ്കത കണ്ട് റോഷൻ മൂക്കും കുത്തി വീണു. അല്ലെങ്കിലേ അവളെ കണ്ടവൻ ഒന്നാടി നിൽക്കുമായിരുന്നല്ലോ. വേണ്ട കരുണേട്ടാ, വിട്ടേരെ, എനിക്കറിയാവുന്ന കുട്ടിയാ, റോഷൻ അയാളോട് പറഞ്ഞു. അത് കേട്ട് കരുണൻ തലയാട്ടി. നിയമം വിട്ട് ഒരിഞ്ച് നീങ്ങാത്തവനാണ് അവനങ്ങനെ പറയണമെങ്കിൽ വേണ്ടപ്പെട്ട ആരോ ആണെന്ന് അയാൾ ഊഹിച്ചു. എന്നാൽ സാന്ദ്ര ഓർമ്മകളിലൊന്ന് പരതി. ഇല്ല, ഇങ്ങനെ ഒരു മുഖം മുൻപ് കണ്ടിട്ടില്ല. അവൻ യൂണിഫോമിൽ അല്ലാത്തതിനാൽ അവൾക്ക് ആളെ മനസ്സിലായതുമില്ല. ഒരു മിനിറ്റ്, നമുക്കൊന്ന് മാറി നിന്നാലോ? കരുണന്റെ അടുത്തു നിന്നും സാന്ദ്രയെ അവൻ കുറച്ചു ദൂരേക്ക് മാറ്റി നിർത്താൻ ആഗ്രഹിച്ചു. അവൾ സംശയത്തോടെ വണ്ടി അവിടെ ഒതുക്കിയിട്ട് അവനൊപ്പം റോഡ് സൈഡിൽ കുറച്ചു ദൂരം മാറി നിന്നു. അല്ല, എനിക്ക് മനസ്സിലായില്ല നിങ്ങളെ. അവൻ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ തുടങ്ങും മുമ്പ് അവൾ പറഞ്ഞു. മനസ്സിലാവാൻ നമ്മൾക്ക് പരിചയമില്ലടോ. അവന്റെ ആ പറച്ചിലിൽ അവൾ കണ്ണുമിഴിച്ചുപോയി. പിന്നെ ആ പോലീസിനോട് അറിയാമെന്ന് പറഞ്ഞതോ? അതോ, അതെനിക്ക് ഇയാളെ അറിയാം, പക്ഷെ പരിചയമില്ല, അവൻ കുസൃതിയോടെ പറഞ്ഞു. സാന്ദ്ര കൂടുതൽ കണ്ണുമിഴിച്ചു. ഇവനിതെന്താ നിന്ന് കടങ്കഥ പറയുകയാണോ? താൻ നിരഞ്ജന്റെ ആരെങ്കിലും ആണോ? അവന്റെ അടുത്ത ചോദ്യത്തിൽ അവൾ ആണെന്ന് തലയാട്ടിയിട്ട് പറഞ്ഞു. ആണ്, എൻ്റെ ചെറിയമ്മാവന്റെ മോനാ. ഞാൻ നിരഞ്ജന്റെ ഫ്രണ്ടാ, SP റോഷൻ കൃഷ്ണ. അവൻ കൈനീട്ടിയപ്പോൾ അവളൊന്ന് പരിങ്ങിയെങ്കിലും തിരിച്ചും കൈകൊടുത്തു. സാന്ദ്ര. അത് വളരെ പതിഞ്ഞ ഒച്ചയിലാണ് അവൾ പറഞ്ഞത്. കാരണം SP ആണെന്ന് അവൻ പറഞ്ഞല്ലോ. ലേശം ബഹുമാനമാകാം എന്ന് കരുതിയവൾ. എടോ, ഞാൻ പണ്ടേ സ്ട്രേറ്റ് ഫോർവേഡാണ്. പണ്ടേ എന്തേലും ഉണ്ടെങ്കിൽ തുറന്നങ്ങ് പറയും. അത് ബാക്കിയുള്ളവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കാറേയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും. സോ അതേ സ്ട്രേറ്റ് ലൈൻ വെച്ച് ഞാൻ പറയുക.
എനിക്ക് തന്നെ ഇഷ്ടായി. ഇന്നലെയാ ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്നത്. പേര് പോലും ഇപ്പോഴാ അറിയുന്നത്. എന്നിട്ടും എനിക്ക് തന്നെ ഇഷ്ടാ. സാന്ദ്ര അമ്പരന്ന് പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ. സ്കൂളിലും കോളേജിലും ഒരുപാട് പേര് പിറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരിഷ്ടം പറച്ചിൽ ആദ്യം. സാന്ദ്ര ചിന്തയിൽ നിന്നുണർന്ന് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇപ്പോഴും അവന്റെ കൈ പിടിച്ച് നിൽക്കുകയാണെന്നറിഞ്ഞതും അവൾ വേഗം കൈ പിന്നിലേക്ക് വലിച്ചു. എടോ, താനൊന്നും പറഞ്ഞില്ല, റോഷൻ മറുപടിക്കായി അവളോട് ചോദിച്ചു. അവന്റെ മുഖത്ത് എന്താണ് ഭാവമെന്നവൾക്ക് മനസ്സിലായില്ല. എനിക്കറിയില്ല. വാക്കുകൾ തപ്പിപ്പെറുക്കി പറഞ്ഞിട്ടവൾ ഓടുകയായിരുന്നു. വണ്ടിയെടുത്ത് തിരിഞ്ഞു നോക്കാതവൾ വേഗത്തിൽ ഓടിച്ചുപോയി. അത് കണ്ടവൻ ചിരിച്ചുപോയി. അടുത്ത പ്രഭാതത്തിൽ കേരളം ഉണർന്നത് പുതിയ വാർത്തയുമായാണ്. വർമ്മ ഗ്രൂപ്പ്സ് ചെയർമാന്റെ മകളും തെക്കേടത്ത് ബിസിനസ് ട്രസ്റ്റ് അംഗവുമായ നിതാര അറസ്റ്റിൽ. പാലക്കാട് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് താർ ഒതുക്കി നിർത്തി അതിലിരിക്കുകയാണ് നിരഞ്ജൻ. എന്ത് ചെയ്യണമെന്ന് അവനൊരു ഊഹവുമില്ല. പാലക്കാട് തുടങ്ങാൻ പോകുന്ന പുതിയ ഹെഡ് ഓഫീസിന്റെ സെറ്റിൽ നിൽക്കുകയായിരുന്നു നിരഞ്ജൻ. അപ്പോഴാണ് നിത്താരയുടെ അറസ്റ്റും പറഞ്ഞ് ദേവയാനി അവനെ വിളിച്ചത്. തറവാട്ടിലെ എല്ലാവരുമൊത്ത് സന്തോഷത്തോടെ ഇരുന്ന നിത്താരയെ വീട്ടിൽ കയറി ചെന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വല്യച്ഛനും വല്യമ്മയും അച്ചമ്മയും കാശിയുമൊക്കെ പരിഭ്രാന്തരായിപ്പോയി. ഏതോ ബിസിനസ് ശത്രുക്കളുടെ ചതിയാണെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു നിരഞ്ജൻ. ആ നേരം തൊട്ടവൻ പോലീസ് സ്റ്റേഷൻ വളപ്പിലുണ്ട്. അകത്തവന്റെ കൂടപ്പിറപ്പുണ്ട് എന്നല്ലാതെ അവളെ ഒന്ന് കാണാനോ സംസാരിക്കാനോ നിരഞ്ജന് സാധിച്ചില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കലുഷിതമായി നിന്നപ്പോഴാണ് അവൻ തലേന്ന് രാത്രിയിലെ കാര്യം ഓർത്തത്. N&N ഗ്രൂപ്പ്സിന്റെ പുതിയ ബ്രാഞ്ച് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നിടത്തേക്ക് നിരഞ്ജൻ പോയിരുന്നു. സാക്ഷാൽ നന്ദിത് പ്രഭാകരവർമ്മയെ ഒന്ന് കാണുവാനും ഒളിച്ചുകളി മതിയാക്കാൻ ആവശ്യപ്പെടാനുമായിരുന്നു അവന്റെ ലക്ഷ്യം. നേർക്കുനേർ നിന്ന് അവനത് പറഞ്ഞതുമാണ്. പുച്ഛമായിരുന്നു അയാളുടെ മറുപടി. ഇനി യുദ്ധം നേരിട്ടാവാമെന്നയാൾ വെല്ലുവിളിച്ചതുമാണ്. പക്ഷെ ഇത്തരത്തിലൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചില്ല. അഥവാ മുൻപ് ജിതിൻ ഭീഷണിപ്പെടുത്തിയതുപോലെ നിതാരയുടെ പേരിൽ ഡ്രഗ്സ് കേസ് വരികയാണെങ്കിലും അതിന്റെ ഉറവിടമെന്ന നിലയ്ക്ക് ജിതിനും കുടുങ്ങും. അതായിരുന്നു നിരഞ്ജന്റെ കോൺഫിഡൻസ്. പക്ഷെ ഇതിപ്പോ നിതാരയുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് തൊട്ടടുത്ത് ദേവന്റെ ബുള്ളറ്റ് വന്ന് നിന്നത്. അതിൽ നിന്ന് ദേവന് പിറകിലിരുന്ന ദേവു പൊട്ടിക്കരച്ചിലോടെ ഇറങ്ങി നിരഞ്ജനോട് ചോദിച്ചു, എവിടെ നിരഞ്ജൻ? എന്റെ താരു എവിടെ? നിരഞ്ജൻ എന്തെങ്കിലും പറയും മുൻപ് ദേവൻ ബുള്ളറ്റ് ഒതുക്കി ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി സ്റ്റേഷനകത്തേക്ക് കുതിച്ചിരുന്നു. ഇറക്കി വിടടാ എന്റെ പെണ്ണിനെ! അതൊരലർച്ചയായിരുന്നു. പോലീസ് സ്റ്റേഷൻ മൊത്തത്തിൽ ഒന്ന് കിടുങ്ങിപ്പോയി. അവിടെയുണ്ടായിരുന്ന സകലരും അമ്പരന്നവനെ നോക്കി. നിതാര ലോക്കപ്പിന്റെ അഴികളിൽ മുറുക്കെ പിടിച്ചവനെ നോക്കി ഉറക്ക കരഞ്ഞു. ദേവ്! അവളുടെ നിൽപ്പ് കണ്ടവനാകെ കലി കയറി. അപ്പോഴേക്കും ACP ക്യാബിനിൽ നിന്നും ആദിത്യൻ ഓടിയിറങ്ങി വന്നവന്റെ കൈപിടിച്ചു. നിർബന്ധപൂർവം അവനെ പിടിച്ച് അകത്തെ ക്യാബിനിലിരുത്തി. എന്റെ ദേവ, എനിക്കും ആഗ്രഹമുണ്ട് അവളെ വിടാൻ. പക്ഷെ ഇത് കേസ് വേറെയാ. കൊലപാതക കുറ്റമാണ്. IG നേരിട്ട് വിളിച്ചു പറഞ്ഞ് അറസ്റ്റ് ചെയ്തതാണ്. വൈകുന്നേരം കൊണ്ടുവന്നപ്പോൾ തൊട്ടാ കുട്ടി കരച്ചില്ല. പക്ഷെ നമുക്കിനി നാളെ കോടതിയിലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആദിത്യൻ ക്ഷമയോടെ ഓരോന്നും പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ദേവൻ തറഞ്ഞിരുന്നു പോയി. കൊലപാതകമോ? ഒരു കുഞ്ഞു തുമ്പിയുടെ മാത്രം ലാഘവമുള്ള അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തുവോ? ആദ്യെ നിസ്സഹായതയോടെ നോക്കിയിട്ട് ദേവൻ അവിടെ നിന്നിറങ്ങി. ലോക്കപ്പിന് മുന്നിലെത്തി നിന്നു. അഴികളിൽ മുറുകെ പിടിച്ച് അവളുടെ കൈകൾക്ക് മേലെ കൈ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, പേടിക്കരുത് നീ. ഇന്നൊരു രാത്രി, ഒരൊറ്റ രാത്രി മാത്രം ഇവിടെ കഴിഞ്ഞാൽ മതി നീ. നാളെ കോടതിയിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ടുവരും നിന്നെ. ദേവനാ പറയുന്നത്. നിതാര ഒരക്ഷരം മിണ്ടാൻ മറന്ന് അനക്കമറ്റ് നിന്നുപോയി. പക്ഷെ ഉള്ളിലെവിടെയോ ഒരു കുരുന്ന പ്രതീക്ഷ മുട്ടിട്ടു പോയവൾക്ക്. ദേവൻ പുറത്തിറങ്ങുമ്പോൾ നിരഞ്ജനും ദേവും അവനെ കാത്തു നിൽപ്പുണ്ട്. ദേവാ, ദേവുവിനെയും കൊണ്ട് വീട്ടിൽ പോയിക്കോ. ഞാനിവിടെ നിന്നോളാം. നാളെ അവൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. ഞാൻ നല്ലൊരു വക്കീലിനെ കണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്.
ദേവൻ നിരഞ്ജന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഏതവനാ അവൻ? നിരഞ്ജൻ അത് മനസ്സിലാകാതെ അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ, മുഖത്ത് എന്താണ് ഭാവമെന്ന് വേർതിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അപ്പോ എന്നോട് ദേവ് പറഞ്ഞു നിങ്ങൾക്ക് പിറകിലുള്ള ശത്രുവിനെ പറ്റി. എങ്കിലും ഇത്രയ്ക്ക് ചെറ്റത്തരം ചെയ്യാൻ ധൈര്യപ്പെട്ടവൻ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. നിരഞ്ജൻ അവനോട് കാര്യങ്ങൾ അത്രയും തുറന്നു പറഞ്ഞു. ഇനിയുള്ളത് മരണപ്പെട്ടതാര്, എങ്ങനെ, എന്തിന്, അത് മാത്രമാണ്. രാത്രി ഏറെ വൈകിയപ്പോൾ ദേവൻ ദേവുവിനെയും കൊണ്ട് തറവാട്ടിലേക്ക് പോയി. നിരഞ്ജൻ പക്ഷേ താറിനുള്ളിൽ കിടന്നൊന്ന് കണ്ണടച്ചു. നിതാരയുടെ ദേഹത്ത് ആരും തൊടില്ല എന്നവന് ആദിത്യൻ കൊടുത്ത് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ദേവൻ ആ രാത്രി ഉറക്കം വന്നില്ല. നിതാര, അവൻ്റെ മാത്രം തുമ്പിപ്പെണ്ണ്. ദേഷ്യവും കുറുമ്പും ഒക്കെ മാറി അവളോട് പ്രണയം വന്നിരിക്കുന്നു. പ്രണയം അത് മുൻപേ ഉണ്ടായിരുന്നു. പക്ഷെ അത് പുറത്ത് വന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെന്ന് മാത്രം. സന്ധ്യയോടടുത്ത് ആദിത്യൻ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ഹൃദയം നിന്നുപോയി അവൻ്റെ. അവളെ മാത്രം ഓർത്ത്, അവൾക്ക് വേണ്ടി മാത്രം ഉറക്കമിളച്ച് അവൻ അന്നാ രാത്രി. കോടതി. രാവിലെ തന്നെ നിരഞ്ജനും ദേവനും കോടതിയിലെത്തിയിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നിതാരയും കൊണ്ട് പോലീസ് ജീപ്പ് വന്നു. വക്കീൽ ഇതുവരെ വന്നില്ലല്ലോ നിരഞ്ജൻ? ദേവു അല്പം ടെൻഷനോടെ ചോദിച്ചു. നിരഞ്ജൻ വേഗം ഫോണെടുത്ത് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ എന്ന നമ്പറിൽ വിളിച്ചു. സ്വിച്ച് ഓഫ്. തൊട്ടടുത്ത നിമിഷം നിരഞ്ജൻ ഒരു കോൾ വന്നു. നന്ദിത് പ്രഭാകര വർമ്മ. എന്താണ് മിസ്റ്റർ നിരഞ്ജൻ? വാസുദേവ് വർമ്മ. താങ്കളുടെ അഡ്വക്കേറ്റിനെ കണ്ടില്ലേ? വെറുതെ നിന്ന് മെനക്കെടണ്ട. അയാൾ ഇനി വരില്ല. കോടതിയിൽ നിന്ന് നിതാരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. പിന്നീട് എന്താ ഉണ്ടാവുകയെന്ന് നിനക്കറിയോ? സബ് ജയിലിൽ തടവു പുള്ളികളുടെ മർദ്ദനമേറ്റ് നിന്റെ അനുജത്തി മരണപ്പെടും. ഗെയിം ഓവർ. പരിഹാസ ചുവയോടെ നന്ദിത് അത്രയും പറയുമ്പോൾ നിരഞ്ജൻ തകർന്നു പോയിരുന്നു. കോടതി മുറി. സിംഹാസനം പോലെയുള്ള ജഡ്ജിയുടെ കസേരയിൽ ജസ്റ്റിസ് നരേന്ദ്രപ്രസാദ് വന്നിരുന്നു. ബെഞ്ച് ക്ലർക്ക് ഉറക്ക വിളിച്ചു. കേസ് നമ്പർ 125/2025 നിതാര വാസുദേവ് വർമ്മ. ഒന്നാമതായി വിളിച്ചത് നിതാരയുടെ കേസാണ്. കോടതി മുറ്റത്ത് നിന്നും പോലീസ് വാനിൽ നിന്ന് 2 വനിതാ കോൺസ്റ്റബിളിന്റെ കൂടെ നിതാര ഇറങ്ങി. തലേന്ന് ധരിച്ചിരുന്ന കറുത്ത ചുരിദാറായിരുന്നു അപ്പോഴും അവളുടെ വേഷം. മുടി ഒന്നാകെ പിന്നിലേക്ക് അഴിച്ചിട്ടിരിക്കുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. പക്ഷെ ഒരു തുള്ളി പോലും ആ കണ്ണിൽ കണ്ടില്ല. എന്തോ തോൽക്കാൻ മനസ്സില്ലാത്ത വണ്ണം അവൾ നടന്നുപോയി പ്രതിക്കൂട്ടിൽ കയറി നിന്നു. ഇടയ്ക്ക് നിരഞ്ജനെയും ഒപ്പം നിന്ന ദേവുവിനെയും കാശിയെയും നോക്കാനും മറന്നില്ല. ഉണ്ടായിരുന്ന വക്കീൽ ചതിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് നിരഞ്ജനൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവൻ്റെ തല താണുപോയി. എതിർഭാഗത്തിന് വേണ്ടി വന്ന നന്ദിതും അയാളുടെ വക്കീൽ സുന്ദരേശനും നിരഞ്ജനെ പുച്ഛത്തോടെ നോക്കി. എന്താ, പ്രതിക്ക് വാദിക്കാൻ വക്കീലില്ലേ? ജഡ്ജി നരേന്ദ്രപ്രസാദ് അന്വേഷിച്ചപ്പോൾ നിതാര നിരഞ്ജനെ വേഗമൊന്ന് നോക്കി. അവൻ തല കുനിച്ചിരിപ്പാണ് അപ്പോഴും. ഒരു നിമിഷം. കോടതിയുടെ വാതിൽ കടന്നവൾ കയറി വന്നു. വെള്ള സാരിയും ധരിച്ച് ഒരു കയ്യിൽ കൂട്ടും അതുപോലെ മറു കയ്യിൽ ഫയലും പിടിച്ചവൾ നേരെ നടന്നു ചെന്നത് ജഡ്ജിക്ക് മുന്നിലാണ്. അഡ്വക്കേറ്റ് സുന്ദരേശൻ അവളെ കണ്ടൊന്ന് വെള്ളമിറക്കിപ്പോയി. അഡ്വക്കേറ്റ് ഇഷിത മഹേശ്വർ. സീനിയർ വക്കീലന്മാർ പോലും മുട്ടുവിറയ്ക്കും അവൾക്ക് മുന്നിൽ. കേരള ഹൈക്കോർട്ടിലെ ലീഡിംഗ് ക്രിമിനൽ ലോയർ. അവൾ ആദ്യം ഏറ്റെടുത്ത കേസ് പോലും സ്വന്തം അച്ഛനെതിരെയായിരുന്നു. അതിപ്പോഴും ഹൈക്കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിതാരയ്ക്ക് വേണ്ടി അവളിവിടെ എത്തിയിരിക്കുന്നത്. മൈ ലോർഡ്, ഐ ആം ദി ഡിഫൻസ് ലോയർ. കോടതിയെ വണങ്ങി അവളത് പറയുമ്പോൾ നിരഞ്ജനും ദേവുവും കാശിയും എന്തിന് താരുവരെ ഞെട്ടിപ്പോയി. അവർക്കാർക്കും ഇങ്ങനെ ഒരു മുഖം പരിചയമില്ല. പിന്നെ ഇവളെങ്ങനെ? അപ്പോഴാണ് ഇഷിതയ്ക്ക് പിറകെ കയറി വന്ന ദേവൻ ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയുമായി അവിടെ നിൽക്കുന്നതവർ കണ്ടത്. അത്രയും നേരമുണ്ടായിരുന്ന ആകുലത പോയി മറഞ്ഞതുപോലെ തോന്നി നിരഞ്ജന്. മൈലോട്ട്, ഇവിടെ എൻ്റെ കക്ഷിയുടെ മേൽ ആരോപിക്കപ്പെടുന്ന കൊലപാതക കുറ്റം വാസ്തവത്തിൽ കെട്ടിച്ചമച്ചതാണ്. അത് വെറും ഒരു ആക്സിഡന്റ് മാത്രമാണ്.
ഇഷിത തന്റെ കക്ഷിയുടെ ഭാഗം ന്യായീകരിച്ചു. അത് തികച്ചും വാസ്തവ വിരുദ്ധമാണ് യുവർ ഓണർ. നിതാര എന്ന് പറയുന്ന പ്രതി കഴിഞ്ഞ 2 വർഷം മുൻപ് നന്ദന പ്രഭാകരവർമ്മ എന്ന പെൺകുട്ടിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത് സത്യമാണ്. സുന്ദരേശൻ ചെറിയ പുച്ഛത്തോടെ പറഞ്ഞിട്ട് ഇഷിതയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, കുറച്ചു കൂടുതൽ വ്യക്തത കിട്ടുവാനായി എനിക്ക് പ്രതിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. താഴ്മയോടെ കോടതി മുൻപാകെ പറഞ്ഞ സുന്ദരേശന് കോടതി അനുമതി കൊടുത്തു. അയാൾ ഇട്ടിരുന്ന കോട്ട് ഒന്നുകൂടി ശരിക്കുറപ്പിച്ചിട്ട് നിതാര നിന്നിരുന്ന പ്രതിക്കൂടിനടുത്തേക്ക് നടന്നു. അവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ ചോദിച്ചു, TS 097890 നിങ്ങളുടെ വാഹനമാണോ? നിതാര അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഇവിടെ ആംഗ്യഭാഷ പാടില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ലേ? അയാൾ പുച്ഛത്തോടെ ചോദിക്കുന്നത് കേട്ട് നിതാര ഒരു നിമിഷം പതറിപ്പോയി. എന്നിട്ട് പതിയെ പറഞ്ഞു, എൻ്റെ കാറാണ്. നിങ്ങളുടെ ഈ വാഹനം കൂട്ടുകാർക്കോ മറ്റു ബന്ധുക്കൾക്കോ കൊടുക്കാറുണ്ടോ? സുന്ദരേശന്റെ ആ ചോദ്യം അവൾക്ക് വ്യക്തമായില്ല. ഇവിടെ എന്താണ് ആ ചോദ്യത്തിന് പ്രസക്തി? എങ്കിലും അവൾ ഉത്തരം പറഞ്ഞു, ഇല്ല, എൻ്റെ വണ്ടി ഞാൻ ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കില്ല. യെസ് യുവർ ഓണർ, ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന TS 097890 എന്ന ബ്ലാക്ക് കളർ ഇടിച്ചാണ് നന്ദന കൊല്ലപ്പെട്ടത്. സുന്ദരേശൻ വാദം തൽക്കാലത്തേക്ക് നിർത്തി ചേറിൽ പോയിരുന്നു. ജഡ്ജിയെ വണങ്ങി ഇഷിത നിതാരയുടെ നേരെ തിരിഞ്ഞു. അവൾക്ക് ഹൃദ്യമായൊരു പുഞ്ചിരി നൽകി നിതാരയെ നോക്കി. അത് കണ്ടപ്പോൾ തന്നെ നിതാരയ്ക്ക് പാതി ജീവൻ വീണു. നിതാരയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇഷിതയുടെ ചോദ്യം കേട്ട് നിതാര അവളെ ഒന്നുകൂടി നോക്കി. നിതാര ഹൈദരാബാദ് സെറ്റിൽഡ് അല്ലേ? അവിടെ വച്ചാണല്ലോ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അപ്പൊ പറയൂ നിതാര, തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അങ്കിൾ, ബ്രദർ. അപ്പൊ ഇവർ ആരും തൻ്റെ വാഹനം ഉപയോഗിച്ചിട്ടില്ലേ? നിതാര ഇല്ലെന്ന് പറഞ്ഞു. ഇഷിത ജഡ്ജിനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കുവാനായി എനിക്കൊരു സാക്ഷിയെ കൂടി വിസ്തരിക്കണം. പെർമിഷൻ ഗ്രാൻഡഡ്. ജസ്റ്റിസ് നരേന്ദ്രപ്രസാദ് അനുവാദം കൊടുത്തതും ഇഷിത കയ്യിലിരുന്ന പേപ്പർ ബെഞ്ച് ക്ലർക്കിന് നീട്ടി. അയാൾ അതിലെ പേരുറക്ക വിളിച്ചു. കേസ് നമ്പർ 125/2025. വിറ്റ്നസ് നമ്പർ 1 അരുന്ധതി കാശിനാഥൻ. സത്യത്തിൽ കാശി ഒന്ന് ഞെട്ടി. അതുപോലെ നിരഞ്ജനും ദേവുവും ഞെട്ടി. കോടതിയിൽ നിതാരയ്ക്ക് അനുകൂലമായി സാക്ഷി പറയാനാണെങ്കിലും നിതാരയുടെ രോഗാവസ്ഥ പുറത്തറിയില്ലേ എന്നവർ ഭയന്നു. നിങ്ങൾക്ക് ഈ നിൽക്കുന്ന പെൺകുട്ടിയെ അറിയാമോ? ഇഷിത സാക്ഷിക്കൂട്ടിൽ കയറി നിന്നവളോട് ചോദിച്ചു. അരുന്ധതി അതേ എന്ന് തലയാട്ടിയിട്ട് പറഞ്ഞു. നിതാര എൻ്റെ പേഷ്യൻ്റാണ്. നിങ്ങൾ ഏത് ഡോക്ടറാണ്? വ്യക്തമായി പറയൂ, ഇഷിത അവളോട് ചോദിച്ചു. സൈക്കോളജിസ്റ്റ്. കാശി ഒരു നിമിഷം ഞെട്ടിപ്പോയി. നിതാരയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമെന്ന് അവൻ കരുതിയില്ല. മാനസികാരോഗ്യത്തിന് ചികിത്സ തേടുന്ന എൻ്റെ കക്ഷിക്ക് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇഷിത പറഞ്ഞു നിർത്തി. സുന്ദരേശൻ ഒന്നും പറയാനില്ലാതെ നിന്നു. എതിർഭാഗം വക്കീലില്ല എന്ന വിശ്വാസത്തിലാണല്ലോ അയാൾ കോടതിയിലേക്ക് വന്നത്. എനി ഒബ്ജക്ഷൻ? ജഡ്ജ് ചോദിക്കുമ്പോൾ സുന്ദരേശൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പ്രതിയെന്ന് ആരോപിക്കുന്ന ആളിനെതിരെ തെളിവുകൾ സാധ്യമാക്കാൻ സാധിക്കാത്തതിനാലും പെൺകുട്ടിയുടെ മാനസിക നില കണക്കിലെടുത്തും ജാമ്യം അനുവദിക്കുന്നു. അടുത്ത ഹിയറിംഗ് അടുത്ത 12-ന്. നന്ദിത് പ്രഭാകരവർമ്മ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങിപ്പോയി. നിതാര പ്രതിക്കൂട്ടിൽ നിന്ന് ഓടിയിറങ്ങി നിരഞ്ജന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. അധികം വൈകാതെ ഇഷിത അവരെയും കൂട്ടി തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഒരു തുറന്നു പറച്ചിലിനായി. തുടരും. പിന്നെ ചെറിയ രീതിയിലുള്ള ഫംഗ്ഷനൊക്കെ ഇന്നലെ ഭംഗിയായി കഴിഞ്ഞു. എന്താ പറയുക, അധികം ആളുകളൊന്നുമില്ല, ഒരു ചെറിയ ചടങ്ങ് അത്ര തന്നെ. ഇന്നിപ്പോൾ രാവിലെ 10:51 ഈ വോയിസ് കൊടുക്കുന്നത്. നടു അനക്കാൻ വയ്യ, നല്ല പെയിനുണ്ട്. ക്ലീനിങ്ങും ഇന്നലത്തെ ഓട്ടവും ചാട്ടവും ഭയങ്കര ബുദ്ധിമുട്ട്. ഇടയ്ക്ക് 1-2 തവണ എനിക്ക് ഉറക്കം വന്നിട്ടേ കോട്ടും അടിച്ചു. അതാണ് ചെറുതായിട്ടൊരു ബബ്ബ അടിച്ചത്. നിങ്ങൾ ക്ഷമിക്കുമല്ലോ, എനിക്കറിയാം. അപ്പോൾ ദേ നമ്മുടെ ഈ സ്റ്റോറി വായിച്ചോണേ. ഇന്ന് ഞാൻ വൈകിട്ട് ഒരു പാർട്ട് കൂടി തരാം. കാരണം
അടുത്തൊരു പാർട്ടിലൂടെ നമ്മുടെ ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് ആയെന്നേ. സത്യം, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ പോട്ടെ, സാരമില്ല. ഇത് ഓണത്തിന് മുമ്പ് തന്നു തീർത്ത എനിക്കും സമാധാനം, നിങ്ങൾക്കും സമാധാനം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി അറിയാൻ ഓണം കഴിയാൻ വെയിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ വൈകുന്നേരത്തെ പാർട്ടിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ.